ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർ ലേഖനം 7-ാം അധ്യായം. റോമർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള ഏതാനും വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 7:14 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, പഴിക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട്. ഒരു വിശ്വാസി, മാനസാന്തരപ്പെട്ട ഒരു വിശ്വാസി, അവനെ ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവന് എപ്പോഴും നിരന്തരമായ പോരാട്ടമുണ്ട്. പോരാട്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സ്ട്രഗിൾ. ദർ ഇസ് എ ഗോൾ. ഒരു വ്യക്തമായ ലക്ഷ്യം കണ്ടു, പിന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ആ പാത്ത്, ആ വഴി എന്ന് പറയുന്നത് അത് പോരാട്ടത്തിൻ്റെ വഴിയാണ്. പോരാട്ടത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ സ്തോത്രം. സ്ട്രഗിൾ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സ്ട്രഗിൾ, ആ പോരാട്ടം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം നാം ഏതാണ്ട് ജയിച്ചു എന്ന് പറയാം. ആ പോരാട്ടം പോലും പലർക്കും ഇല്ല. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ആത്മീയമായ പോരാട്ടം എന്ന് പറയുന്നത് പലർക്കും ഇല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ലോകപ്രകാരമുള്ള കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായ പോരാട്ടങ്ങളുണ്ട്. നാം എപ്പോഴും ഈ ലോകത്തിൻ്റെ ഓരോ ശക്തികളോട് ഇങ്ങനെ പോരാടി ഫൈറ്റ് ചെയ്ത് നാം മുന്നോട്ട് ഓരോ കാര്യങ്ങൾ, ഭൗതികമായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നാം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ബിസിനസ് കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളാണെങ്കിലും, സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും, എല്ലാത്തിലും ഒരു പോരാട്ടം, പോരാടി മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതി നമുക്കുണ്ട്. പക്ഷേ അതല്ല ഇവിടെ പ്രിയപ്പെട്ടവരെ. ഇവിടെ ആത്മീയമായ പോരാട്ടമാണ്. ദ സ്പിരിച്വൽ സ്ട്രഗിൾ. ഒരു ലക്ഷ്യം കണ്ടെത്തി സ്വർഗരാജ്യത്തിലെത്തണം. അതിനുള്ള വഴി നമുക്ക് ദൈവം തമ്പുരാൻ കാണിച്ചു തന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് വഴി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. പക്ഷേ ആ വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ പ്രകൃതങ്ങളാകെ ഒന്ന് മാറണം. നമ്മുടെ ആളത്വം ഒന്ന് നമുക്ക് മാറണം. അങ്ങ് ചീർത്തിരിക്കുന്ന ആളത്വമൊക്കെ ചുരുങ്ങി ചെറുതായി പോകണം. ദൈവത്തിൻ്റെ സ്തോത്രം. ആരുടെ മുമ്പിലും ചെറുതാകാനുള്ള ഒരു മനസ്സ് നമുക്ക് വരണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവർ. ഏറ്റവും വലിയ സ്ട്രഗിളാണ്, പോരാട്ടമാണ് ഇതെല്ലാം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, നാം ഇതൊക്കെ നമ്മുടെ ഒരു ലക്ഷ്യമാക്കി എടുക്കുമ്പോഴാണ് ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലാണ് നാം വായിച്ചു കേട്ടത്. അതിൻ്റെ 14-ാം വാക്യം മുതലാണ് നാം വായിച്ചു കേട്ടത്. അപ്പോസ്തലൻ്റെ പോരാട്ടമാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത്ര ഉന്നതനായ കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ തീവ്രമായ ആഗ്രഹത്തോടെ, തീവ്രമായ തീരുമാനത്തോടെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞ് പുറപ്പെട്ടതായ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ വന്ന പോരാട്ടമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? ഹീനമായ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. എന്താണ്? ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാനോ ജഡമയൻ, ഞാൻ കർത്താവിന് സമർപ്പിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൻ്റെ വേല ഏറ്റെടുത്തവനാണ്,
കർത്താവ് എന്നോട് നേരിട്ട് സംസാരിച്ചതാണ്. കർത്താവ് തന്നെ എനിക്ക് വെളിപ്പെടുത്താൻ അവന് പ്രസാദം തോന്നിയതാണ്. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു കഴിഞ്ഞതാണ്. എൻ്റെ പ്രൗഢികളും പഴയ സ്ഥാനമാനങ്ങളും പഴയ യഹൂദ റബി എന്നുള്ള സ്ഥാനങ്ങളും ബഹുഭാഷാ പണ്ഡിതനാണെന്നുള്ള എൻ്റെ അവകാശങ്ങളും എല്ലാം ഞാൻ താഴെ വെച്ചു. എനിക്ക് ഈ ഭൂമിയിൽ ലാഭമായിരുന്നൊക്കെ ഞാൻ ഛേദമെന്ന് എണ്ണിയവനാണ്. പക്ഷേ ഞാനോ ഇന്നും ജഡമയനാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ അങ്ങ് ചൂളിപ്പോവില്ലേ? ഇത് കേൾക്കുമ്പോൾ ഞാനങ്ങ് ചെറുതായി പോവില്ലേ? മൂന്നാം സ്വർഗത്തോളം ഇറുക്കപ്പെട്ടതായ പൗലോസ്ലീഹ പറയുകയാണ്, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഇപ്പോഴും എന്നിൽ പാപം വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പിന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും ചെയ്യുന്നത്. ഞാൻ പഴിക്കുന്നതിനെ എത്ര ചെയ്യുന്നത്, എനിക്ക് ചെയ്യരുത് എന്ന് എൻ്റെ മനസ്സാക്ഷി പറയുന്നതും ആയ പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ ചെയ്യുന്നു. ചെയ്യരുതെന്ന് എനിക്കുണ്ട്, പക്ഷേ ഞാൻ ചെയ്തു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, പഴിക്കുന്നതിനെ എത്രേ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം എന്നെ വിലക്കുന്നുണ്ട്, അത് നല്ലത് തന്നെ. പിന്നെ ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അത് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല, ഞാൻ ഡെലിബറേറ്റായിട്ട് എന്നിലുള്ളതായ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ പ്രവർത്തിക്കുന്നത്. അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് അത് പ്രവർത്തിക്കുന്നത്. ഞാൻ പാപമാണ്, ഞാൻ പാപമയമാണ്, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. പാപമാണ് എൻ്റെ പ്രകൃതം. ദൈവത്തിന് സ്തോത്രം. പാപം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ല. പാപം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ സിംഗിൾ ആക്ഷൻ. അത് ദാറ്റ് ഈസ് യുവർ വെരി നേച്ചർ, ക്യാരക്ടർ. അതാണ് പാപം. എൻ്റെ പ്രകൃതമാണ് പാപം. ദൈവത്തിന് സ്തോത്രം. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ ജഡത്തിൽ ഒരു നന്മയുമില്ല എന്ന് എനിക്കറിയാം. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്. എനിക്ക് ആ താല്പര്യം ഏതാണ്? എൻ്റെ ആഗ്രഹം എന്താണ്? നന്മ ചെയ്യണമെന്നാണ്. പലരുടെയും പോരാട്ടം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയൻ്റെ പോരാട്ടം ഇതാണ്. നന്മ ചെയ്യണമെന്നുണ്ട്, നന്മ മാത്രം ചെയ്യണമെന്നുണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്നതോ ഇല്ല. പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, മനസ്സ് നല്ലതാണ്, മനസ്സിൽ ആഗ്രഹം വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ജഡം അതുപോലെ ബലഹീനമാണ്. പിന്നെ ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ വസിക്കുന്ന ഒരു പാപമുണ്ട്, ഒരു ഘോരനായ പാപം എന്ന് പറഞ്ഞ പിശാച് അവൻ എന്നിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനാണിതെല്ലാം ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നന്മ ചെയ്യുവാനുള്ള ഇച്ഛ എന്നിലുണ്ട്, ഒരു ആഗ്രഹം എന്നിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാനത് പ്രവർത്തിക്കുന്നില്ല. തിന്മ എൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരു പ്രമാണം ഞാൻ കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ രസിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ബുദ്ധി കൊണ്ട് ഞാൻ നന്മ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലരുടെയും ആത്മീയം ബുദ്ധിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ദയവായി ക്ഷമിക്കണം, ഞാൻ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബുദ്ധിയിലുള്ള പ്രമാണം, ബുദ്ധിയിലുള്ള ആത്മീയം. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലീജിയൻ ഓഫ് ദി ഹാർട്ട്. വേറൊരു ആപ്തവാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. തലച്ചോറിൽ നിന്ന്, ആ ഹ്യൂമൻ മൈൻഡിൽ നിന്ന് ഹൃദയം വരെയുള്ളതായ ആ യാത്രയാണ് ഏറ്റവും നീണ്ട തീർത്ഥയാത്ര എന്ന്. മനസ്സ് ഉൾക്കൊള്ളുന്നതായ എൻ്റെ ആ ശിരസിൽ നിന്ന് എൻ്റെ ഹൃദയം വരെയുള്ളതായ ആ നീണ്ട യാത്ര, ഏറ്റവും നീണ്ട തീർത്ഥയാത്ര അതാണെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? മനസ്സിൽ നിന്ന്, നിൻ്റെ മനസ്സിലുള്ളതായ ബുദ്ധിയുടെ പ്രമാണത്തിൽ നിന്ന് നിൻ്റെ ആത്മീയം വന്ന് അത് ഹൃദയത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഹൃദയപൂർവ്വമുള്ള സ്നേഹം. അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. ദൈവമേ, ആ സ്നേഹം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് മാത്രം വരേണ്ടതാണ്. ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതായ ദൈവിക ഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹമായിട്ട് വരണം. പാപം ചെയ്യാതിരിക്കുന്നത് ഈ ന്യായപ്രമാണം വിലക്കുന്നത് കൊണ്ടല്ല, സഭയുടെ കൽപ്പന ഉള്ളത് കൊണ്ടല്ല,
അല്ലെങ്കിൽ പാപം ചെയ്യുന്നത് മറ്റുള്ളവർ കാണുമോ എന്നുള്ള വിചാരം കൊണ്ട് ചെയ്യാതിരിക്കുന്നതല്ല പ്രിയപ്പെട്ടവർ. എന്നാൽ പാപം ചെയ്യാതിരിക്കുന്നതിനുള്ള എൻ്റെ മനോഭാവം, എൻ്റെ പ്രചോദനം എന്തായിരിക്കണം? ദൈവത്തോടുള്ള സ്നേഹം, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം പാപം ചെയ്യാതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ പാപം, ഏതെങ്കിലും പാപത്തിൽ നിന്ന് എന്നെ വിലക്കുന്നെങ്കിൽ അതെൻ്റെ ദൈവത്തോടുള്ള സ്നേഹമാണ്. സ്തോത്രം. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഏവനും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനോ ശപിക്കപ്പെട്ടവൻ. ഹൃദയം കൊണ്ട് യേശുവിനോട് സ്നേഹമുണ്ടോ? ദൈവമക്കളെ ചിന്തിക്ക്. ആത്മീയരല്ലേ നമുക്ക്, അതൊക്കെ പറയാം. പക്ഷേ ഹൃദയം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ ഹൃദയം കൊണ്ട്, നാവ് കൊണ്ടല്ല, ഹൃദയം കൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മോനെ നിനക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. പാപം ചെയ്യാതിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഈസ് ദ റിലീജിയൻ ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിൻ്റെ മതമാണ് ക്രിസ്ത്യാനിറ്റി, ക്രിസ്തീയ മതം. ദൈവത്തിന് സ്തോത്രം. അത് ബുദ്ധിയുടെ പ്രമാണങ്ങളല്ല. ബുദ്ധി കൊണ്ട് എന്തും എനിക്ക് പറയാം, ബുദ്ധി കൊണ്ട് എന്തും തീരുമാനിക്കാം, ബുദ്ധി കൊണ്ട് പറയാം, ബുദ്ധി കൊണ്ട് പ്രസംഗിക്കാം, ബുദ്ധി കൊണ്ട് പഠിപ്പിക്കാം. എൻ്റെ ദൈവമക്കളെ, ഇതൊന്നുമല്ല ദൈവം പ്രസാദിക്കുന്ന ആത്മീയം. അത് ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ദൈവിക സ്നേഹത്തിൻ്റെ ആ സ്വതന്ത്രമായ വ്യാപാരമാണ് ക്രിസ്തീയ മതം. അതാണ് ക്രിസ്തീയമായ വേല എന്ന് പറയുന്നത്. ക്രിസ്തീയമായ വേല, ദൈവവേല എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട യോഹന്നാൻ ഞങ്ങൾ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവവേല എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ വ്യാപാരമാണ്. സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. ആ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. ആ സ്നേഹത്താൽ ഞാൻ നിറഞ്ഞു കവിഞ്ഞു വരുന്ന എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം വ്യാപാരം ചെയ്യുകയാണ്. അതാണ് ദൈവവേല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ആഴമുള്ള ചിന്താഗതിയാണത്. ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ, എന്നെ നടത്തട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, നമുക്കിത് അനുഭവിക്കണം. ദൈവം പ്രസാദിക്കട്ടെ, കർത്താവിൻ്റെ ഉള്ളം തണുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, 23-ാം വാക്യം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അവയവങ്ങളിൽ വേറൊരു പ്രമാണം എന്താണത്? അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എൻ്റെ ശരീരം. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? പോരാട്ടം, ജഡത്തോട്, ശരീരത്തോട് പോരാട്ടം, അവനവൻ്റെ ശരീരത്തോട് പോരാട്ടം, കണ്ണിനോട് പോരാട്ടം, നാവിനോട് പോരാട്ടം, കൈകളോട് പോരാട്ടം, മനസ്സിനോട് പോരാട്ടം, ഹൃദയത്തോട് പോരാട്ടം. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അരുതാത്ത ചിന്തകൾ വരുന്നുണ്ടോ? അരുതാത്ത മലിനമോഹങ്ങൾ വരുന്നുണ്ടോ? ആരോടെങ്കിലും വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പക വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആരെങ്കിലും അപമാനം വരുത്താൻ വേണ്ടി നീ മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടോ? മറ്റുള്ളവരെ കുറ്റം ഇങ്ങനെ പരസ്യമായി പറഞ്ഞു നടക്കാറുണ്ടോ? ദൈവമക്കളെ, നീ എത്ര ഉന്നതനാണെങ്കിലും എത്ര വലിയ ആത്മീയനാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ മഹാ കുറ്റക്കാരനായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഉള്ളത്തിൽ മറ്റുള്ളവരോട് പകയുണ്ടെങ്കിൽ, നിനക്ക് വിദ്വേഷമുണ്ടെങ്കിൽ, നിൻ്റെ ചിന്തയിൽ അരുതാത്ത മോഹം വരുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണമാണത്. ആ പാപപ്രമാണത്തിന് നിന്നെ പിശാച് ബന്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ചിന്തയോ പ്രവൃത്തിയോ അല്ലെങ്കിൽ വികാരമോ നിന്നിൽ ഉണ്ടായി പോകുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് പിശാച് നിന്നെ ബദ്ധനാക്കി മാറ്റിയിരിക്കുകയാണ്. ഒന്നുകൂടെ വായിക്കാം, 23-ാം വാക്യം, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അടുത്ത വാക്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഇങ്ങനെയെല്ലാം പറഞ്ഞു വരുമ്പോൾ അപ്പോസ്തലൻ അവസാനം ഒരു വാക്കാണ് കൺക്ലൂഷനായിട്ട് പറയാനുള്ളൂ. എന്താണ് പറയാനുള്ളത്? എൻ്റെ ദൈവം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? എൻ്റെ ടോട്ടൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിൻഫുൾ. പാപമാണ്. ഐ ആം സിൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. പാപമാണ് ഈ ശരീരം മുഴുവനും. എൻ്റെ ദൈവമേ, ഇതിൽ ഞാൻ അടിമത്തത്തിലാണല്ലോ എന്നുള്ള ആ കരച്ചിലാണിത്, വിലാപമാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തകർന്ന ഹൃദയമാണിത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആഗ്രഹിക്കുന്നതായ കണ്ണുനീരിൻ്റെ വിഷയമാണിത്. ദൈവത്തിന് സ്തോത്രം. ഇത് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നമ്മൾ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പോസ്തലന്റെ കരച്ചിൽ അതാണ്. അയ്യോ, ഈ മരണത്തിന് അധീനമായ ശരീരം, മരണത്തിന് അധീനമായ ശരീരം, മരണത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന എൻ്റെ ശരീരം. മരണമെന്ന് പറയുന്നത് ശരീരത്തിലെ മരണം മാത്രമല്ല, ആത്മാവിൻ്റെ മരണം. ആത്മാവിൽ ഞാൻ മരിച്ചു കിടക്കുകയാണല്ലോ. ഈ ആത്മാവിൻ്റെ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഈ ശരീരത്തിലുള്ള പോരാട്ടത്തിൽ നിന്ന് എൻ്റെ ദൈവമേ, എനിക്കൊരു ജയം വേണമല്ലോ, എനിക്ക് ജയാളിയാണമല്ലോ, എൻ്റെ കർത്താവേ, എനിക്ക് ജയം വേണമല്ലോ. നിങ്ങൾ പറയൂ, യേശുവിനോട് പറയൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കരയൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവേ, ഈ മരണത്തിന് അധീനമായ ശരീരമാണ് എൻ്റേത്. എനിക്ക് പാപം മാത്രമേ അറിയൂ കർത്താവേ. വരുന്ന ചിന്തകൾ പാപം, മോഹം പാപം, വാക്കുകൾ പാപം. ദൈവമേ, എൻ്റെ വാക്കുകൾ കൊണ്ട് എത്രയോ പേരെ ഞാൻ വേദനിപ്പിക്കുന്നു. അനേകർക്ക് എൻ്റെ ഒരു വാക്ക് മൂലം മുറിവേക്കുന്നതായ വാക്കുകൾ. എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രവൃത്തികൾ ഓരോന്നും പലരെയും വേദനിപ്പിക്കുന്നു, പലർക്കും എന്നോട് ഇഷ്ടക്കുറവ് വരാൻ ഇടയാക്കുന്നു. കർത്താവേ, നിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കേണ്ട ഞാൻ വേണ്ടതുപോലെ ആ സാക്ഷ്യം വഹിക്കുന്നില്ലല്ലോ. ക്രിസ്തീയ സാക്ഷ്യം എന്നിൽ നിന്ന് വരുന്നില്ലല്ലോ. ലോകം എന്നിൽ കൂടെ യേശുവിനെ കാണുന്നില്ലല്ലോ. യേശുവിൻ്റെ ആ സുഗന്ധം എന്നിൽ കൂടെ മറ്റുള്ളവർ മണക്കുന്നില്ലല്ലോ. പീപ്പിൾ ഷുഡ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. യേശുവിനെ നിങ്ങളിൽ കൂടെ ലോകത്തിന് പ്രകടമാക്കി കൊടുക്കണം, ലോകത്തിന് വെളിവാക്കി കൊടുക്കണം. ഇതാണ് യേശു. യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സഭാവ്യത്യാസമില്ല, അത് അല്ലെങ്കിൽ സമുദായ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ചുറ്റും വസിക്കുന്ന ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, ഉള്ളം കൊണ്ട് ദാഹിക്കുന്ന ആത്മാക്കൾ മോനെ നിനക്ക് ചുറ്റുമുണ്ട്. നീ വേല ചെയ്യുവാൻ നീ ഇറങ്ങുമോ? യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇറങ്ങുമോ? യേശുവിനെ സ്നേഹം പകർന്നു കൊടുക്കാൻ നീ ഇറങ്ങുമോ? അതാണ് ദൈവവേല എന്ന് പറയുന്നത്. പ്രസംഗിക്കുന്നതല്ല ദൈവവേല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നന്മ പ്രവർത്തികളോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ ചെയ്യുന്നു നല്ലത്, പക്ഷെ അതല്ല ദൈവവേല. പ്രിയപ്പെട്ടവരെ, യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുമോ? യേശുവിനെ പീപ്പിൾ ഷുഡ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. യേശുവിനെ നിന്നിൽ കൂടെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരണം. ദൈവത്തിന് സ്തോത്രം. അതിന് എന്ത് ചെയ്യണം? ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് മനസ്സിലാക്കണം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലനറിയാം, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യങ്ങളെല്ലാം തൻ്റെ ആളത്വത്തിലേക്ക് നോക്കി ലോകത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ, ദൈവസന്നിധിയിൽ അത് ഏറ്റു പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം ജയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നിങ്ങൾ പാപത്തെ ഓർത്ത് നിങ്ങൾ വിലപിച്ച് നിങ്ങൾ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്, ദാസത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്, നാം പ്രാപിച്ചത്. അതുകൊണ്ട് ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ അപ്പോസ്തലൻ പിന്നെ ഒരു വാക്ക് പറഞ്ഞ് ഒക്കുകയുള്ളൂ. എന്താണ് അടുത്ത വാക്യം? 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവമക്കളെ, നീ ക്രിസ്തുവിലായോ? യേശുവിൻ്റെ ചങ്കിലായോ? നിന്റെ കണ്ണുനീരുകൊണ്ട് ആ പാദം കഴുകി യേശുവിൻ്റെ ചങ്കിൽ ചാരിയിരിക്കുന്നതായ ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നീ വന്നുവോ? യൂഹാനോൻ ചാരിയതായ പൊന്നുമാർവിൽ നീ ചാരാറുണ്ടോ? ദൈവമക്കളെ, ഇതൊരു ശീലമാകണമെന്ന് ഞാൻ പറയും. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയാളിയായി മുന്നോട്ട് പോകണമെങ്കിൽ നീ സമയം കണ്ടെത്തണം. നീ യേശുവുമായി ചേർന്നിരിക്കുന്നതായ ആ റിട്രീറ്റിൻ്റെ സമയം, ആ ഉപവാസത്തിൻ്റെ സമയം, അതാണ് ഉപവാസം എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതായ സമയമാണ്. നിനക്ക് എന്തു യേശുവിനോട് പറയാം. നിന്റെ പാപം പറയാം, ഓരോ പാപങ്ങളും ഏറ്റു പറയാം. നിനക്ക് മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അത് യേശുവിനോട് ഏറ്റു പറയാം. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമ പറയേണ്ടത് അവരെ നിങ്ങൾ പ്രകടമായി വേദനിപ്പിച്ചെങ്കിൽ അവരോട് ക്ഷമ പറയാം. പ്രിയപ്പെട്ടവരല്ല, അവർക്ക് അറിയാൻ മേലാത്ത തരത്തിൽ അവരെ നീ എന്തെങ്കിലും തരത്തിൽ നിന്നിൽ നിന്ന് അവർക്ക് ഉപദ്രവം ഉണ്ടായെങ്കിൽ, അവർക്ക് വേദന ഉണ്ടായെങ്കിൽ അത് നീ യേശുവിനോട് ഏറ്റു പറയണം. യേശുവിൻ്റെ പാദത്തിലിരുന്ന് നീ ഏറ്റു പറയണം. യേശുവിനോട് ക്ഷമയാചിക്കണം. ആ
തിരുവാതിൽ നിന്ന് നിന്നെ തന്നെ പരിശോധിച്ച് നിൻ്റെ പാപങ്ങൾ ഓരോന്നുകൂടെ ഇറക്കി വെച്ച് നിൻ്റെ ഹൃദയത്തിലുള്ളതായ എല്ലാ ഭാരങ്ങളും യേശുവിനോട് ഏറ്റു പറയണം. ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു സ്വാതന്ത്ര്യമാണത്. അപ്പോൾ കാണാം ആ സ്നേഹം നിന്നിലേക്ക് ഇങ്ങനെ അണപൊട്ടി ഒഴുകി വരുന്നത്. അവൻ നിന്നെ മാറോട് അണയ്ക്കുന്നത്, ആ പൊന്നുകരൻ നിന്നെ തലോടുന്നത്, അവൻ്റെ മാറോട് ചേർത്ത് അടയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതൊന്ന് അനുഭവിക്കുമ്പോൾ നാം തുള്ളിച്ചാടും പ്രിയപ്പെട്ടവർ. അപ്പോഴാണ് നാം സ്തുതിക്കുന്നത്, അപ്പോഴാണ് ആത്മാവ് സ്തുതി ആരംഭിക്കുന്നത്. എന്തോ ഒരു സ്വർഗീയ അനുഭവമാണിത്. കർത്താവേ, സ്വർഗീയ മണ്ഡലത്തിലേക്ക് എന്നെ നീ കരം പിടിച്ചു കൊണ്ടുപോകണമേ. കർത്താവേ, അതിനുള്ള പോരാട്ടം എൻ്റെ ജീവിതത്തിൽ തരണമേ. ദൈവമേ, ആത്മീയമായ പോരാട്ടത്തിന് എന്നെ അഭ്യസിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഓട്ടക്കളത്തിൽ അനേകരെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവമേ, അനേകർ ഓടും. ഒരു ഓട്ടക്കളമാണ്, അനേകർ ഓടും. അവിടെ ഓട്ടമുണ്ട്, ഒരു പോരാട്ടമുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രമേ ജയം പ്രാപിക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് മാത്രമേ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ. അത് ആ ഫിനിഷിംഗ് പോയിൻ്റ് വരെയും ജയാളിയായി മുമ്പേ ഓടുന്നവൻ. ദൈവത്തിന് സ്തോത്രം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ? ഓട്ടക്കളത്തിൽ ഓടുന്നോർ അനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ? ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തികയ്ക്കണം, ലക്ഷ്യം വ്യക്തമായിരിക്കണം. ഫിനിഷിംഗ് പോയിൻ്റ് എപ്പോഴും മനസ്സിൽ വേണം. ആ ലക്ഷ്യം നോക്കാതെ ഓടിയാൽ പരാജയപ്പെട്ടു. ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ there should be a well defined goal in your life. ആ വെൽ ഡിഫൈൻഡ് ഗോൾ, നിനക്ക് വ്യക്തമായ ലക്ഷ്യമില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ദൈവത്തിന് ഔട്ടായി പോകും, ഫീൽഡ് ഔട്ടായി പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടിയോ? എൻ്റെ പ്രിയനോടുകൂടിയുള്ള നിത്യമായ വാസം, ദൈവത്തിൻ്റെ സ്തോത്രം. ആ ലക്ഷ്യം മോനെ നിൻ്റെ ഹൃദയത്തിൽ എഴുതി കിട്ടിയോ? നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അതായി നിനക്ക് കിട്ടിയോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യം നിനക്ക് കൈവന്നില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും പരമമായ ആത്മീയമായ ആ പോരാട്ടത്തിൻ്റെ പരമമായ ആ ബിരുദ്, ആ പ്രൈസ് നിനക്ക് കിട്ടാൻ അല്ലെങ്കിൽ തടസ്സം വരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ദൈവമേ, നമുക്ക് ജയാളികളാകണമല്ലോ. ഇങ്ങനെ എന്നും പരാജയപ്പെട്ട് സാത്താൻ്റെ തന്ത്രങ്ങളിലും ഉപായങ്ങളിലും പിടിപെട്ട് നശിച്ചു പോകേണ്ടവരല്ലല്ലോ. എൻ്റെ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി, ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി. ക്രിസ്തുയേശുവിൽ അവൻ സ്വാതന്ത്ര്യം വരുത്തി തന്നിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യണം? വിശ്വാസത്താൽ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചാൽ മതി. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശുദാ നമ്മുടെ മുമ്പിലേക്ക് വന്നു നിൽക്കുന്നു. മോനെ, നിന്നെ ജയാളിയാക്കാൻ കൊതിച്ചുകൊണ്ട് അവൻ്റെ ചങ്കിലേക്ക് നിന്നെ ചേർത്തണയ്ക്കുവാൻ, മോനെ നിൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ യേശു തയ്യാറായി നിൻ്റെ അടുക്കലേക്ക് വരുന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവിന് എന്നോട് സ്നേഹമാണ്. നിങ്ങൾ പറയൂ, യേശുവേ നിനക്ക് എന്നോട് സ്നേഹമാണല്ലോ. യേശുവേ ഞാൻ നിൻ്റെ വകയല്ലോ. യേശുവേ നീ എന്നെ വില കൊടുത്ത് മേടിച്ചതാണല്ലോ, രക്തം കൊടുത്ത് എന്നെ നീ മേടിച്ചതാണല്ലോ. കർത്താവേ, ഞാൻ എന്നാൽ ദൈവമേ അതിനൊന്നും വില കൊടുക്കാതെ ഞാൻ പിശാചിൻ്റെ അടിമയായി പോയല്ലോ, പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയല്ലോ, ബുദ്ധിയുടെ പ്രമാണത്തോട് പോയല്ലോ. കർത്താവേ, എന്നാൽ ഞാനിതാ തിരികെ വരുന്നു.
വരുന്നു അപ്പാ. അപ്പാ, ഞാൻ മടങ്ങി വരുന്നു. എന്നെ സ്വീകരിക്കണമേ കർത്താവേ. ഞാനിതാ ഈ നിമിഷം മുതൽ എന്നും നിൻ്റേത് മാത്രമായിരിക്കും കർത്താവേ. പാപത്തോട് ഞാൻ യാത്ര പറയുന്നു, പിശാചിനോട് ഞാൻ യാത്ര പറയുന്നു കർത്താവേ. എന്നെ മുറുകെ പറ്റുന്ന പാപങ്ങളും ഭാരങ്ങളും ഞാനിതാ വിടുന്നു. ഞാൻ സ്വർഗീയമായ ഓട്ടം ആരംഭിക്കുന്നു. നിത്യജീവനെ ലക്ഷ്യമാക്കിക്കൊണ്ട്, സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട്, യേശുവിനെ മാത്രം കണ്ടുകൊണ്ട്, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് ഞാനിതാ വരുന്നു അപ്പാ. എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, ശാപങ്ങൾ നീക്കണമേ, എനിക്ക് സമാധാനം തരണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, സമാധാനം തരണമേ കർത്താവേ. നിത്യസമാധാന തീരത്ത് യേശുവിനോടുകൂടെ നിത്യത ജീവിക്കുവാൻ, കൃത്യത കഴിയുവാൻ എന്നെ യോഗ്യനാക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട മക്കളെ എല്ലാം കർത്താവിൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തെ പ്രാർത്ഥിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരവെള്ളുമാറാകണമേ. ആമേൻ. സ്തോത്രം.